ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് അതെ, തൃശ്ശൂർ ആരെടുക്കും എന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂരിലേക്ക് ഇത്തവണ പൊടിപാറുന്ന മത്സരമാണ്. മൂന്ന് പേരുകളേ ഉള്ളൂ. അതെ, പൂരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പൂരം ഇറങ്ങാൻ പോവുകയാണ് തൃശ്ശൂരിലേക്ക്. അത് വടക്കുന്നാഥന്റെ പൂരം എന്ന് പറയുന്നത് വടക്കുന്നാഥന്റെ മണ്ണിലുള്ള തെരഞ്ഞെടുപ്പ് പൂരം തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചന ഇതാണ്. UDF 39.84% TN പ്രതാപൻ. അന്ന് LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് രാജാജി തോമസ് ആണ്. 30.85% NDAക്ക് സുരേഷ് ഗോപി. കരുത്തരായ സുരേഷ് ഗോപി എത്തുമ്പോൾ 28.2%. അതായത് 11% വോട്ടിന്റെ വ്യത്യാസം അന്ന് UDFും NDAയും തമ്മിലുണ്ട് എന്താണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 1,93,000 വോട്ടുകൾ കൂടുതലായി 2014 അപേക്ഷിച്ച് BJPക്ക് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ കിട്ടിയ മണ്ഡലമാണ് തൃശ്ശൂർ. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. സ്ഥാനാർത്ഥി സാധ്യതകൾ നമുക്കൊന്ന് നോക്കാം. TN പ്രതാപന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ലേ? പ്രതാപന്റെ പേര് തന്നെയാണ് ഉറച്ച. അപ്പൊ അവിടെ കട്ടൗട്ടുകൾ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചുമരെഴുത്ത് വരുന്നു. ആദ്യം വന്നത് ചുമരെഴുത്ത്, ഒന്ന് വായിക്കുന്നു, വീണ്ടും വീണ്ടും വരുന്നു. അത്രയും ഉറപ്പിച്ചിരിക്കുന്നു ആ പേര്. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലെ ആരുടെ പേര് എഴുതി ചേർക്കുമെന്നതാണ് ചോദ്യം. UDFന്റെ സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ. LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിയാൽ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിലും ഒരേ ഒരു പേര് മാത്രമേ ഇപ്പോഴും കേൾക്കുന്നുള്ളൂ. സുനിൽകുമാർ. സുനിൽകുമാർ എന്ന കരുത്തനായ CPI നേതാവ് ഇറങ്ങുന്നു. NDAയുടെ സുരേഷ് ഗോപി. മത്സരം തീപാറുമെന്നത് ഉറപ്പ്. അതെ, ഈ തീ പാറുമ്പോൾ അതിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ആരാണ് എന്ന ചോദ്യം അത് ഒരു $1 മില്യൺ ക്വസ്റ്റ്യനായി തന്നെ തൃശ്ശൂരിൽ വോട്ടെണ്ണി തീരുന്നത് വരെ നിലനിൽക്കാനും പോവുകയാണ്. ഏറ്റവും സസ്പെൻസ് ഉള്ള വോട്ടെണ്ണൽ, കൗണ്ടിംഗ് ഡേയിലെ ബിഗസ്റ്റ് സസ്പെൻസ് തൃശ്ശൂരായിരിക്കും. രാജ്യത്തെ CPIയുടെ ഏക സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുത്തത്. അതെ, ജയദേവൻ എന്ന് മത്സരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ TN പ്രതാപൻ അറിയാവുന്നതുപോലെ തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. നിർണായകമായ അവിടുത്തെ മുസ്ലിം ബെൽറ്റുകളിലും ക്രിസ്ത്യൻ ബെൽറ്റുകളിലും TN പ്രതാപന് വളരെ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എല്ലാ മണ്ഡലങ്ങളും LDFനോടൊപ്പമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ജെയ്സണിലേക്ക് പോകാം. ജെയ്സൺ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ തൃശ്ശൂർ ആരെടുക്കും? മൂന്ന് മുന്നണികൾക്കും ഓരോ സ്ഥാനാർത്ഥി മാത്രം. സാധ്യതാ പട്ടികയും ഷുവറും എല്ലാം ഒന്ന് മാത്രമായി നിൽക്കുന്ന ഏക മണ്ഡലം. നമ്മൾ ഇതുവരെ പരിശോധിച്ചതിൽ ഇങ്ങനെയൊരു സാധ്യതാ പട്ടിക കാണുന്നത് തൃശ്ശൂരിൽ മാത്രമാണ്. നേരത്തെ തന്നെ രംഗത്തിറങ്ങിയ സുരേഷ് ഗോപി, ഇപ്പോൾ കട്ടൌട്ടുകൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്ന TN പ്രതാപൻ, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന VS സുനിൽകുമാർ. കരുത്തരുടെ ഒരു പോരാട്ടമായിരിക്കുമോ ഇക്കുറി തൃശ്ശൂരിൽ? സുജയ, തൃശ്ശൂരിൽ സാധ്യതാ പട്ടികകളില്ല. ഇനി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. VS സുനിൽകുമാറിനെ ഔദ്യോഗികമായി തന്നെ അനൌദ്യോഗികമായി പാർട്ടി നേതൃത്വവും LDFും വിവിധ വേദികളിൽ അവതരിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം നിശബ്ദമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ TN പ്രതാപൻ നേരത്തെ തന്നെ സജീവമായിട്ടുണ്ട്. അതിന് നേരത്തെ തന്നെ സുരേഷ് ഗോപി സജീവമായി കഴിഞ്ഞു. ശക്തന്റെ തട്ടകത്തിൽ ഒരു ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശക്തർ തന്നെയാണ് ഇത്തവണ മൂന്ന് കൂട്ടരും അണിനിരത്തുന്നത്. ആ വിജയമാർക്കൊപ്പം എന്നതാണ് അടുത്ത ചോദ്യം. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു ധാരണ വരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു BJPയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അതിതീവ്ര ഹിന്ദുത്വ നിലപാട് എന്ന നിലയിലേക്ക് ഒരു BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംഭരിക്കാൻ വേണ്ട എല്ലാ രാഷ്ട്രീയ സ്ട്രാറ്റജിയും തുടക്കത്തിലെ 3-4 സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ TN പ്രതാപൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അലയൊലികളാണ് പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ കണ്ടത്. BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരം എന്ന പരസ്യമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് TN പ്രതാപൻ എത്തി എന്നതാണ്. അത് വളരെ തന്ത്രപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു. VS സുനിൽകുമാറിനെ പോലെ ഒരു കരുത്തനായ ഒരാൾ വന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് താനാണ് BJPക്കെതിരെ മത്സരിക്കുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട തന്ത്രങ്ങൾ മെനയും ചെയ്തു എന്നതാണ്